Yes, sir. ನೋಡಿ ಇದೇ ಅಫೆಕ್ಟೆಡ್ ಆಗಿರೋ ಪ್ಲೇಸ್ ಕೇರಳದಲ್ಲಿ. சரி இன்னும் அந்த பக்கம் போய் நிறைய பிளேசஸ் எடுத்து பார்க்கலாம். இங்கே எவ்வளோ இல்லை, இதுதான் கஷ்டம். அதான் பார்த்தேன். பின்ன என்னென்னமோ ஐட்டம்ஸ் எல்லாம் வச்ச மாதிரி இருக்கு. அது இன்னும் கட்டிட்டு இருக்கிற வீடுன்னு நினைக்கிறேன்.
அது கூட கட்டிட்டு இருக்காங்க. பார்த்து வாங்க கீழே. தூக்கத்தில் இருந்தாங்க 2:30-3 மணிக்கு தான் இது. ஆமாம் நைட்டில் தான் ஆகலாம். பார்க்குறீங்களா? வார்த்தை அது ஆக்சுவலி அஃபெக்ட் ஆகலைன்னு நினைக்கிறேன். அங்கே போய் பார்த்தா தான் தெரியும் ஆயிருக்கும். மீன்ஸ் அவ்வளோ ரொம்ப அடிச்சுட்டு போயிருக்காதுன்னு தோணுது. ஏன்னா அது கொஞ்சம் ஹைட்டில் இருக்கு. மண்டையெல்லாம் இங்கே விழுந்திருக்கு பாரு, உடஞ்சு. இங்கே பாரு வீட்டாண்ட விழுந்து இருக்கிறது இருக்கு கல் பண்டை கல். இங்கெல்லாம் கல் வந்து പെർമിഷൻ ഇല്ലല്ലോ. അല്ല ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ നിങ്ങൾ രണ്ടാള് മാത്രമാ വീട്ടില്? അല്ല നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പ്രായമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇവിടെ വണ്ടി വിളിക്കാൻ പോയതാ മോന്. വണ്ടി വിളിക്കാൻ പോയി എന്താ പറഞ്ഞെന്നറിയില്ല. അത് ഞങ്ങൾ സാധനം ഇവിടെ വെച്ചിട്ട് നാളെ വന്ന് കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ല എനിക്ക് മനസ്സിലാണ്ട്, കുറേശ്ശെ മനസ്സിലാണ്ട്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടാ പോയത്. അല്ല ചാർജ് സാധനം പോയത്. ഇപ്പൊ രണ്ടാള് മാത്രമേ ഉള്ളത്. ഞാനും ഭാര്യയും പിന്നെ പേരമ്മന്റെ മോനുമാണ്. അല്ല വേറെ എത്ര പേരുണ്ടായിരുന്നു സംഭവം നടക്കുന്നത്? സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിന്റെ ഉള്ളിൽ രണ്ടാളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതേപോലെ മേലെ കയറി നിൽക്കുകയായിരുന്നു. അടിയിൽ ആദ്യം വന്ന് വെള്ളം വന്നപ്പോൾ ഞങ്ങൾ വാതിൽ വന്ന് തുറന്നപ്പോൾ വെള്ളം അങ്ങോട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഉള്ളിൽ കയറിയ പാടി ഞങ്ങൾ മേലേക്ക് കയറി. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഏണി വെള്ളം എത്ര ദൂരം വരെ വന്നിട്ടുണ്ടായിരുന്നു? അത് ഇതാ കാണില്ല മഴ. ഉള്ളിലൊക്കെ വെറും ചളിയും ഇതാണ്. ഉള്ളിൽ ഒന്നും ചവിട്ടി പോകാൻ പറ്റില്ല. ഞങ്ങൾ കഷ്ടിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മരം ഇട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പറ്റുകയാണെങ്കിലേ ഒരു സംഘടനക്കാരൊക്കെ ഒന്ന് വിളിക്കാം. കവുങ്ങ് അടുത്ത ആള് വീട് ഇവിടെ ആയിരുന്നു ഉണ്ടായത്. ഈ വീടിന്റെ മുന്നിലായിരുന്നു ഉണ്ടായത്. ഇവിടെ വീടുണ്ടായി. മാടസ്വാമി എന്ന് പറയും, എൻ്റെ കൂട്ടുകാരനാ. അവൻ്റെ വീടായിരുന്നു ഇവിടെ ഉണ്ടായത്. അവനും 1/2 ഏക്കർ സ്ഥലം, എനിക്ക് 1/2 ഏക്കർ സ്ഥലം. ഞങ്ങൾക്ക് ഇവിടെ ആകെ 3 ആൾക്കേ ഉള്ളൂ 60 സെന്റ് സ്ഥലം ഉള്ളത്. പിന്നെ ആർക്കും ഇല്ല, ഒക്കെ പത്തില്ല. അവിടെ ഒരു വീടുണ്ടായി, ആ കല്ലും കൂട്ടത്തിൻ്റെ അവിടെ ഒരു വീടുണ്ടായി. ഞാൻ പറഞ്ഞത് വാങ്ങി വീട് വാടകയ്ക്ക് വാങ്ങിയിട്ട് റിപ്പുണ്ട്. 52 രൂപ சொல்லுவாங்க. அங்கே இப்போ இருக்கிற இடத்தோட அட்ரஸ் ரிப்பன் 52. ചളിയാണ് വളരെ ദൂരം പോകാൻ പറ്റില്ല. നിറയെ ചളിയ പോകാൻ പറ്റുമോ? പോയിക്കാം നോക്കൂടെ കാരണം കുറച്ച് ഇങ്ങോട്ട് ചവിട്ടണം. சும்மா இரு, நீ முன்னாடி போ. நீ வா முன்னாடி போ. கீழே பார்த்து நில்லு. நீ பார்த்து അതിൽ പതുക്കെ വാങ്ങാ, മെല്ലെ വാ. வா, அங்கே வீடியோ மாட்டிக்கொண்டு പോലീസുകാരെ നമ്മള് നമ്പർ കിട്ടുന്നത് മാത്രമേ കാർഡ് വേണം, ഐഡന്റിറ്റി കാർഡ് വേണം, കാർഡ് വേണം, അത് വേണം, ഇത് വേണം. മുന്നിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് ഒന്നും വേണ്ട. ഇപ്പൊ പളസ് പൊടിച്ചിട്ട് പറഞ്ഞ ഒന്നും വേണ്ട. പളസല്ല, எல்லாமே எடுப்பாங்க அவங்க. பார்த்துக்கு முன்னாடி எடுத்துட்டாங்க. அந்த பக்கத்து சைடுல அந்த பெருசு கல்லுக்கு அந்த பக்கத்துல ஒரு வீடு, அந்த வீடு எல்லாம் போயிடுச்சு. தண்ணி வரும்போது கிணறு பின்னாடி இருக்கா? கிணறு பின்னாடி கிணறெல்லாம் மூடி போயிடுச்சு. கிணறு பின்னாடி അങ്ങനെ എറണാകുളത്തോട്ട് എടുക്കണം. പോസ്റ്റ് ഓഫീസില്
ஒருத்தனே அதான் துபாயில் இருக்கிறான். ம் அவனோட வைஃபும் அங்கே துபாயில். ஓகே. அப்போ ஆகும்போது நீங்கள் மேலே வந்துட்டீங்களா? மாத்திரம் இருந்தோம். ஆ நாங்கள் இருக்க மாட்டோம், அவங்க வந்துட்டு இந்த பொம்மை போலீஸான எல்லாம் புதிய புதிய ஐட்டம் புதிய